ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന നിലക്ക് പണം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. പലിശ ഇടപാടായതിനാൽ ലോൺ എടുക്കാനും പറ്റില്ല. ഇതിന് എന്താണ് ഒരു പരിഹാരം നിർദ്ദേശിക്കാനുള്ളതെന്ന് ഇതും പ്രോഫ്കോൺ വേദിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുടേതാണ് ചോദ്യം. അൽഹംദുലില്ലാ, നമ്മളെ പ്രോഫ്കോണിൽ ബന്ധപ്പെട്ട പങ്കെടുത്ത കുട്ടികൾ, വിദ്യാർത്ഥിനികൾ അവർ ഫലവത്തായി എന്നും മാത്രമല്ല അവർക്ക് ധാരാളം സംശയങ്ങൾ അവിടെ നിന്ന് ദൂരീകരിക്കപ്പെടുകയും ബാക്കിയുള്ളവ പീസ് റേഡിയോ മുഖേന ഈ ലൈവ് മുഖേനയൊക്കെ അവർക്ക് ചോദിക്കാൻ അവസരം ലഭിക്കുന്നു എന്നത് വളരെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ചോദ്യത്തിൻ്റെ ശൈലി ഹറാമും ഹലാലും അവരെ വാസ്തവത്തിൽ ചിന്തിപ്പിച്ചു. പരലോകത്തേക്കുള്ള ഒരു ചിന്തയാണല്ലോ ഇതൊക്കെ. അള്ളാഹു വിദ്യാർത്ഥികൾക്കൊക്കെ അത് നിലനിർത്തി ഭാവിയിൽ ഒരു ഉത്തമ തലമുറയെ സൃഷ്ടിക്കുന്നതിൽ ഒരു ഭാഗമാക്കാനുള്ളൊരു തൗഫീഖ് കൂടി നൽകുമാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ ആമീൻ. ഇവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങുക, അതാണ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ. അത് പല രൂപത്തിലാകാം. അത്തരം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഗവൺമെൻറ് വക പ്രത്യേകമായ സഹായങ്ങളൊക്കെ ഒരു പക്ഷേ ലഭിച്ചേക്കാം. മീഡിയം ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ചലിപ്പിക്കുവാൻ എങ്ങനെ സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ കോടീശ്വരന്മാരായിരുന്നാലും ഇപ്പോൾ ടാറ്റയെ വരെ നമ്മളെടുത്ത് പരിശോധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരൊന്നും തന്നെ ഒരു സുപ്രഭാതത്തിൽ ലക്ഷങ്ങളോ കോടികളോ ഇറക്കി അവർ ബിസിനസ് ചെയ്തവർ. 1840കളിലൊക്കെയാണെന്ന് തോന്നുന്നു ടാറ്റ തുടങ്ങിയത്. വളരെ ചെറിയ സംരംഭമായി തുടങ്ങിയതാണ്. ഇതേപോലെ ആദ്യം എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു ചെറിയ തലത്തിൽ നിന്ന് തുടങ്ങി കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്നത് പോലെ ഈ രൂപത്തിൽ അങ്ങനെ ഉള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത്തരം കമ്പനികൾ തുടങ്ങാൻ ഏറ്റവും ഫലപ്രദം എന്നാണ്. രണ്ടാമത്, ഇത്തരം കുറേ ആലോചനകൾക്ക് ശേഷം, കൂടിയ ആലോചനയ്ക്ക് ശേഷമാണ് വേണം ഇത്തരം കമ്പനികൾ തുടങ്ങാൻ. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കഴിയും നിറയെ ഹോട്ടലുകൾ മാത്രം, അല്ലേ? നിറയെ ഹോട്ടലുകൾ. അവിടെ വീണ്ടും കൊണ്ടുപോയി ഒരു ഹോട്ടലിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും നഷ്ടമായിരിക്കും. അപ്പോൾ കുറേ പഠിക്കണം, പരിചയസമ്പന്നരായ ആളുകളുമായി കൂടി ആലോചിക്കണം. ഏതൊരു മേഖലയിലേക്കാണോ പോകുന്നത് ആ മേഖലയെക്കുറിച്ച് അറിയുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് അവരുമായി കൂടി ആലോചിക്കണം. അതിലപ്പുറം റബ്ബുമായുള്ള ഇസ്തിഖാറ, അള്ളാഹുമായി ഇസ്തിഖാറ പ്രാർത്ഥന നടത്തുക. റബ്ബേ, ഇതിൽ ഖൈർ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. പിന്നെ അതിന് സാമ്പത്തിക വിഷയങ്ങളാണ്. ഒരിക്കലും അവിടെ തൻ്റെ ജീവിതത്തിൽ വീട്ടാൻ കഴിയാത്ത രൂപത്തിലുള്ള ഭീമമായ സംഖ്യ ഒരിക്കലും കടം വാങ്ങരുത്. രണ്ടാമത്, ഒരു കാരണവശാലും പലിശക്ക് ക്യൂ നിൽക്കാൻ പാടില്ല, പലിശ ഇടപാടിൽ ഏർപ്പെടാൻ പാടില്ല. ഇർബുസ് സദഖാത്ത്, സദഖകൾ അള്ളാഹു പരിപോഷിപ്പിക്കുകയും എന്നാൽ പലിശ അത് ക്ഷയിപ്പിക്കുകയും ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. അപ്പോൾ വലിയ ഒരു വിജയമുണ്ടാവും എന്ന് വിചാരിച്ച് അതിനുവേണ്ടി നമ്മൾ പലിശയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും പരാജയമായിരിക്കുമെന്ന ഖുർആൻ്റെ ആ വാക്ക് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന് ചെയ്യാൻ കഴിയുക, തുടക്കത്തിൽ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ പലിശയുടെ ഹറാമ് കലർന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമല്ലോ ഈ പലിശയിൽ. അത് മൊത്തത്തിലത് ഹറാമിൻ്റെ അവസ്ഥയിലേക്കെത്തും. അതേപോലെ തന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊന്നെന്ന് വെച്ചാൽ, സമാന ചിന്താഗതിയുള്ള നല്ലവരാണെന്ന് തോന്നുന്ന സാമ്പത്തികമായി ഉയർന്ന ആളുകൾ, അവരുമായുള്ള ഒരു ശരിക്ക കമ്പനി അല്ലെങ്കിൽ അവരുമായുള്ള ഷെയർ കൂടിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുക. അതിലപ്പുറം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, വിജയത്തിലേക്കുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോഴും ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുക.